വണക്കം. ഞാനൊരു ഡെൻ്റൽ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് എയർ റൂട്ട് ഹാൻഡ് പീസാണ്. ഡെൻ്റൽ ചെയറിലുള്ള എയർ റൂട്ട് ഹാൻഡ് പീസാണ്. ഈ ഹാൻഡ് പീസ് എങ്ങനെ മെഷീനിൽ ക്ലീൻ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. സോ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു മെഷീൻ്റെ ഇത് നോക്കാം. ഇതാണ് മെഷീൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ക്ലീനറും ഇത് ഓയിലുമാണ്. ഇത് ഗ്രീൻ കാണിക്കുന്നില്ലേ, ഈ കാണുന്ന ഗ്രീനിൽ ഈ ഗ്രീൻ ക്ലീനറാണിത്. ഈ വൈറ്റ് മനസ്സിലാക്കുന്നത് ഓയിലാണ്. അപ്പോൾ ഇതിൽ ഓയിലും ഇതിൽ ക്ലീനറുമാണ് ഉള്ളത്. ഈ ക്ലീനറിൻ്റെയും ഓയിലിൻ്റെയും ലെവൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സൈഡിൽ കാണുന്ന ഈ രണ്ട് സ്കെയിൽ വഴിയാണ്. സോ ഇപ്പോൾ ഓയിൽ ഈ അളവിനും ക്ലീനർ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. സോ അതുകൊണ്ട് താഴെയാണ് കാണിക്കുന്നത്. ഇതൊരു ഗ്ലാസ് ഡോറാണ്. ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം കാണുന്ന ഇതാണ് ഈ ഒരു നോബ്. നമ്മൾ ഈ ഒരു ഗ്രീൻ കാണിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ പ്രസ് ചെയ്ത് വെളിയിലെടുക്കണം. ഇത് പ്രസ് ചെയ്ത് വെളിയിലെടുത്താൽ മാത്രമേ നമുക്ക് ഹാൻഡ് പീസ് ഇതിൽ വെച്ച് നമുക്കിത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലുള്ളത് ഒരു ട്രേ ആണ്. ഈ ട്രേ ഹാൻഡ് പീസ് ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓയിലോ ക്ലീനറോ വന്ന് അത് സ്പ്രെഡാവും. സോ അത് സ്പ്രെഡാവുന്ന ഓയിൽ ഇതിൽ വന്ന് നമുക്ക് ഇതിലോട്ട് വീഴും. സോ ഇതിലൊരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്നത് ടിഷ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം. ഇനി ഇത് ഹാൻഡ് പീസിൽ ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിത് എങ്ങനെ ഹാൻഡ് പീസ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ രണ്ട് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ക്ലീനറിൻ്റെതും ഒന്ന് ഓയിലിൻ്റെതുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് പീസിലും രണ്ട് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഈ ഇതിലോട്ട് ഹാൻഡ് പീസ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാം. ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യണം നന്നായിട്ട്. ഇത് ക്ലോസ് ചെയ്തു. ഇതിന് ഈ കാണുന്ന ഒരു ഹോളില്ലേ, ഇത് വയ്ക്കാനായിട്ട് ഒരു നോബ് ഇതിലുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഈ ഹോള് ഈ ഹാൻഡ് പീസിലോട്ട് വയ്ക്കുക. ക്ലോസ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഡോറ് ക്ലോസ് ചെയ്യണം. ഇനി ഈ കാണിക്കുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് press 2 seconds സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പ്രസ് ചെയ്യാം. ഒരു ശബ്ദം കേൾക്കും. എയർ വഴി ക്ലീൻ ചെയ്ത് ഓയിൽ മാറ്റുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയർ യൂണിറ്റിലെ കംപ്രസർ മോട്ടോർ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എയർ വഴിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ടൈപ്പ് ഈ ടർബോ സ്പ്രേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ക്ലീനിങ് നടക്കില്ല, ഓയിൽ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ. ഇതിൽ വന്നിട്ട് നമുക്ക് ക്ലീനിങ്ങും ആകും, ഓയിലും ചേർത്ത് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെളിയിലെടുക്കാം. അതുപോലെ പ്രസ് ചെയ്ത് വെളിയിലെടുത്തു. ഇവിടെ ലൈറ്റായിട്ട് നമുക്കൊരു കൂളിംഗ് കിട്ടും. അപ്പോൾ ഇതുവരയ്ക്കും നമുക്ക് ഓയിലും ക്ലീനിങ്ങും ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ലൈറ്റായിട്ട് നമുക്കിത് ഇതിൻ്റെ ഈ ഭാഗത്ത് ലൈറ്റായിട്ട് നമുക്കൊരു തണുപ്പ് കിട്ടും. അതുപോലെ ഇന്നൊരു ഹാൻഡ് പീസും ഉണ്ട്. ഞാനിതും ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. പ്രസ് ചെയ്തു, ഇതിലോട്ട് വെച്ചു, ഇത് ക്ലോസ് ചെയ്തു. മറുപടിയും അതേപോലെ.
സ്റ്റോപ്പായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് വെളിയിലെടുക്കുക. കൂളിംഗ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓയിലും ക്ലീനറും ചെയ്ത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ചെറിയൊരു തണുപ്പ് കൊണ്ടാണ്. പിന്നെ ഇത് തിരിച്ച് വയ്ക്കുക, പിന്നെ ഇത് ക്ലോസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ.